സോ ഗൈസ് എല്ലാവർക്കും നമ്മളെ പാർട്ട് 2 ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്റ്റോക്ക് ആയിട്ടുണ്ട്, നമ്മളടുത്ത് $400 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആ സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൂടി നമുക്ക് കിട്ടും. അതിൻ്റെ പൈസ കൂടിയും കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരു ഷെൽഫ് കൂടി വാങ്ങാം. അങ്ങനെ ഒരു സൈഡ് മുഴുവൻ ഷെൽഫ്, ഒരു സൈഡ് മുഴുവൻ ഫ്രിഡ്ജ്. അങ്ങനെയാണ് ഞാൻ പാടിച്ച് വെച്ചത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ $3.40 എല്ലാവരും സാധനങ്ങൾ വാങ്ങണമൊക്കെ ഉണ്ട്, പക്ഷേ 2 ആരും വാങ്ങുന്നില്ല. ചങ്ങനെ 2 വാങ്ങി ഗൈസ്. 2 വാങ്ങിയ ഫസ്റ്റ് കസ്റ്റമറാണ്. ചേഞ്ച് കൊടുക്കാമല്ലോ ഗൈസ്. ഞാൻ സ്റ്റോറിൻ്റെ ലെവൽ ഇപ്പം 3 എടുത്ത് ഗൈസ്. 3 ഗൈസ്, 3 എടുത്ത് ഗൈസ്. സോ ഗൈസ്, നമ്മളെ സ്റ്റോർ ലെവൽ 4 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെവൽ അൺലോക്കായാണ്, എന്തും പുതിയതൊന്നും വന്നില്ല. പക്ഷെ നമുക്ക് 10 സ്റ്റോക്കിൻ്റെതും പിന്നെ $120 കിട്ടി. സോ നമ്മൾ ഇനി വെയിറ്റിംഗ് അല്ല, നമുക്ക് ക്ലോസ് ആക്കാം. ഇപ്പം ഇനി എന്ത് സാധനമാണ്? ഇനി 4 സാധനമില്ല. നമ്മൾ മാനേജറിൽ പോയിട്ടല്ല, ബാങ്കിൽ പോയാലും അല്ല, ഡെക്കറിൽ പോയാലും അല്ല. ഇപ്പം പിന്നെ അതിൽ പോയാൽ ഗ്രോത്തിലാണ് നമ്മളെ സെക്ഷൻ 1, 2, 3 അങ്ങനെ ഉണ്ടാവില്ലേ, അതുണ്ടാവുക. സ്റ്റോറേജിലൊന്നും ഉണ്ട്, സർവീസസും ഉണ്ട്. ഗാർബേജ് കളക്ഷനാണ് സർവീസസ്. പക്ഷെ നമ്മളെ ലൈസൻസ്, എനർജി ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പൈസ ഒക്കെയാണ്. ഫ്ലോർ ഷെൽഫിന് കളറുണ്ട്. പക്ഷേ എനിക്ക് ലൈസൻസ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈസൻസ് $20 അൺലോക്ക് ചെയ്യാം. ഇത് $200 അത് ഇപ്പോഴല്ല. നമുക്ക് $20 അൺലോക്ക് ചെയ്തത് നമുക്ക് ഷെൽഫ് കൂടി വാങ്ങാം. ഫർണിച്ചറിൽ പോവുക, ഒരു $200 ഷെൽഫ് വാങ്ങുക. ഒന്ന് പോരെ ഗൈസ്, ഒന്ന് മതി. ഇതാണെങ്കിൽ നമുക്ക് നോക്കാം. 1, 4, 8 സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് 10 ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് സാവധാനം ഓർഡർ ചെയ്യാം. കുറേ ഡോളറൊക്കെയാണ് ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത 2 സാധനം നമ്മൾ ഒഴിവാക്കണം. അഥവാ നമ്മുടെ ബോട്ടിലും ചീസ് കോൺട്രി അത് ഒഴിവാക്കണം. അത് ഫ്രിഡ്ജ് വെക്കാനുള്ളതാണ്. കോഫി മീഡിയം ഷെൽഫിൽ വെക്കാനുള്ളതാണ്. സ്ലൈസ് ബ്രെഡും അത് മതി. 8 സാധനങ്ങളായി എന്നാ തോന്നുന്നത്. എല്ലാം കുറച്ച് ടൈം എടുക്കും ഗൈസ്. ഫസ്റ്റ് തന്നെ ഷെൽഫാക്കാരം ഗൈസ്. സെൽഫ് സെറ്റപ്പ് ആക്കാം ഗൈസ്. സെൽഫ് വന്നിട്ടുണ്ട്. ഹോൾഡ് ചെയ്യുക. ഞാൻ ഒറ്റ നക്കലിൽ വരുമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്താണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുക ഗൈസ്. അത് ത്രൂ നോക്കി പോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നല്ല കറക്റ്റ് ആൻഡ് നീറ്റ്ലി വെക്കാം. എന്നാലേ സ്റ്റോറിൻ്റെ മാന്യതയിൽ പെടുള്ളൂ. നമുക്ക് മാന്യതൊക്കെ വേണ്ടേ.
അല്ല കസ്റ്റമർ കൂടുള്ളൂ ഗൈസ്. ഇപ്പം നമ്മളൊരു ഡെലിവറി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി തന്നെ ഫസ്റ്റത്തെ ഷെൽഫിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെലിവറി ആയിട്ടുണ്ട്. അടുത്ത 20 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. പ്രൈസൊക്കെ സെറ്റാണ് ഗൈസ്. നമ്മുടെ സ്റ്റോർ ലെവൽ അപ്പം ഇതാണ് ഗൈസ് സ്റ്റോറേജ്. അതിന് ലെവൽ 3 ആണ്. നമ്മൾ ലെവൽ 4 എത്തി. അൺലോക്ക് പർച്ചേസിങ് ഇൻ പി സി പറഞ്ഞാൽ അതിന് നമ്മൾ ഒറിജിനൽ പി സിക്കൊന്നും പോകണ്ട. നമ്മൾ ഈ പി സി ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം, നമുക്ക് വെക്കാം. നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കാം ഗൈസ്. ഓരോ ലെവലിന് ഓരോ ഇത് കിട്ടൂല. ഒരു സ്പീഡ് ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാം. കറക്റ്റ് ബോക്സിൽ ഇനി 4 ഐറ്റം ഉണ്ട്. ക്ലോസ് ചെയ്യുക, നമുക്ക് ഈ മൂലക്കൊക്കെ ഇടാം. ഓക്കെ, നമുക്ക് എക്സ്ട്രാ വരികയാണെങ്കിൽ ഒന്ന് വെച്ചെടുക്കാം. അല്ല, ഇവിടെ ഇല്ല, ഞാൻ വരുന്നുണ്ട് ഗൈസ്. ഒരു സെക്കൻഡ് കൂടി ഗൈസ്. നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡെലിവറി വന്നിട്ടുണ്ട്. ഇനിയൊരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഗൈസ് അടുത്ത ഡെലിവറി വരിക. ഗൈസ് നമ്മൾ പ്ലേസ് ചെയ്യാണ്. ഇതിങ്ങോട്ട് റിട്ടേൺ ടേക്ക് ചെയ്യണമുണ്ട് കേട്ടോ, അതാ വേറെ കാര്യം. ഗൈസ് അടുത്ത ഡെലിവറി വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഡെലിവറിയാണ്. ലാസ്റ്റ് ഗൈസ്, ഇനിയും 1 2 3 ഗൈസ്. ഗൈസ് ഇത് പുതിയ സാധനമാണ്. ആകെ പൈസ $5 ഗൈസ്. $5 5.95 ഇതിൽ കൊടുത്തത്. ഇപ്പം നമുക്ക് 6 കൊടുക്കാം. 95 ഒരു 5 നമുക്ക് കൂട്ടിയെടുക്കാം. ഇത് വേറെ പുതിയ ഓർഡറാണ്. ഇത് ബ്രെഡാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇത് കാണുന്നവരൊക്കെ അപേക്ഷയാണ്. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മളെ ഗെയിമും കുറച്ച് ലക്ഷറി ആയി വരും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഗെയിമൊക്കെ നമ്മൾ കളിച്ചു. അത് നിങ്ങളൊരു പേടി വേണ്ട, നിങ്ങൾ പറഞ്ഞ ഗെയിം നമ്മൾ കളിച്ചു. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളറിയാതെ തന്നെ എക്സ്ട്രാ വെച്ച് പോയി. മുട്ട ഫ്രിഡ്ജിലാക്കൽ പേര് കൂടി അറിയാം. $83 നമ്മളെ വെച്ചിൽ നിന്ന് ഇപ്പോൾ പോയത്. പക്ഷെ സാറില്ല, നമ്മൾ ഒപ്പിച്ചോളാം. ബ്രെഡ് എക്സ്ട്രാ ആയിപ്പോയി. അതാ ഞാൻ ശ്രദ്ധിച്ചില്ല ബ്രെഡ് അത്ര ഉണ്ടാവുമെന്ന്. 20 സെക്കൻഡാണ് നമ്മളെ സ്റ്റോറിൻ്റെ നിയമം. അപ്പോൾ നമുക്ക് ഇതിൽ കറങ്ങാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ നേരെ പോകാൻ നോക്കും. ഒന്ന് പോയേക്കാം. ഇനിയും മുന്നോട്ട് പോകാൻ കഴിച്ചിട്ട് നോക്കാം ഗൈസ്. ഇവിടെ എത്തിയ സ്റ്റോപ്പോ ഈ മരത്തിൻ്റെ ഇവിടെ എത്തിയ ഗൈസ്. പാക്കേജ് ഡെലിവറി ആയി എന്നാണ് പറഞ്ഞത്. പോയി നോക്കാം ഗൈസ്. അങ്ങനെ പാക്കേജ് ഡെലിവറി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ കാർ ഫോഴ്സിലും നമുക്ക് കളിക്കാം. നിങ്ങൾ പറയുന്നത് മാത്രം നമ്മൾ കളിക്കും. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുന്ന ഏത് ഗെയിമും വേണേ നമ്മൾ കളിച്ചു. ഓക്കെ ഗൈസ്, ഇതും കുറച്ച് എക്സ്ട്രാ ഉണ്ട്, ഒരു സംശയം. അപ്പം ആകെ ഒരു ഇതായിപ്പോയി. ഗൈസ് നമുക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഗൈസ് ഒരു സാധനത്ത് കൂടി ഉണ്ട്, ഒരു സാധനം കൂടി ഉണ്ട്. ആൾക്കാർ കുറച്ച് വരിയായിട്ട് നമുക്ക് കൗണ്ടർക്ക് നിൽക്കാം ഗൈസ്. അത് ആൾക്കാർ വരുന്നു. ഞാൻ സൈഡിൽ നിന്ന് ആൾക്കാർ വരിക. ആ സൈഡിൽ നിന്ന് മിക്ക ആൾക്കാരുള്ളൂ. ഈ സൈഡിൽ നിന്ന് വരിക. കണ്ടില്ല ഗൈസ്. അപ്പോൾ കൗണ്ടറൊക്കെ ഒന്ന് കുറച്ച് വരിയായി നിൽക്കട്ടെ. അപ്പട് പോയാൽ കുറേ പൈസ അങ്ങനെ എണ്ണി എടുക്കുക ഗൈസ്.
സോ നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഗെയിമാണിത്. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഇപ്പോൾ 4 വരെ ആയിട്ടുണ്ട്. അവരൊക്കെ കയറി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റിങ്ങിൽ പോവാം. നമ്മൾ ഓരോരുത്തരുടെ ചേഞ്ച് കൊടുത്ത് ഇതാക്കുമ്പോൾ തന്നെ അപ്പോഴത്തേന് അടുത്ത ആളാവും. ബ്രെഡും ഈ ഓയിലുമാണ് ആളെടുത്തത്. ചേഞ്ച് കൊടുത്തത് $2 ചേഞ്ച്. അഥവാ $2 ചേഞ്ച്. 2 രൂപ. ഓ ഗായ്സ്, ലക്കി അടിച്ച്. ചേഞ്ചും കൊടുക്കണ്ട ഗായ്സ്, ഇതാണ് വേറെ ലക്കി. അത് അടുത്ത് കാർഡാക്കിയെങ്കിൽ ഭാഗ്യം. എല്ലാവരും പൈസ അങ്ങോട്ട് എണ്ണി തരുന്നു. ഇതാണ് ഭാഗ്യമില്ലാത്തത്. പൈസ അങ്ങോട്ട് തരുന്നെ. പൈസ തന്നാൽ ബാക്കി കൊടുക്കണ്ടേ, അതാണ് പ്രശ്നം. വണ്ടിയില്ല ഗൈസ്, പൈസ അങ്ങോട്ട് തീരുന്ന. ഈ കോട്ടിട്ട ഈ പെണ്ണിനെ അടിച്ച് തോന്നുന്ന ഗൈസ്. ഇത് മിക്കവാറും കാർഡാക്കാരെന്ന്. കാർഡാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, കളിച്ചപ്പളേ തോന്നിന് ഈ പെണ്ണ് കാർഡാക്കാരെന്ന്. ആ കോട്ടും ചൂട്ടൊക്കെ കണ്ടപ്പോഴേ തോന്നി. അപ്പോൾ കോഫീൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഓരോരുത്തർ പറയലൊക്കെ തുടങ്ങിയാണ്. കോഫി മീഡിയത്തിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു. 1 മതി എന്നാണ് തോന്നുന്നത്. നമ്മൾ രാത്രി ആവാനാണ്. കുറച്ച് ഇരുട്ടാവല തുടങ്ങിയാണ്. ഫുള്ള് കാർഡാണല്ലോ ഗൈസ്. ഇപ്പോൾ കുറേ പൈസ ഒന്നുകൊണ്ട് ഇപ്പോൾ കാർഡാണല്ലോ. ഇയാളും കോട്ടും ചൂട്ട് തന്നെ ഗൈസ്. ഇതിനാണ് പൈസ കയറും ഗൈസ്. പക്ഷെ കാർഡ് തന്നെ വന്നു. ചേഞ്ച് കൊടുക്കണ്ട ഗൈസ്. ഇനി മിക്കവാറും പൈസ കയറാം. കാർഡിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാർഡ് വാങ്ങാൻ പോയി. ചേഞ്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെ ലെവൽ 5 ഗൈസ്. ഈ കസ്റ്റമറോ അല്ലെ ഇത് കഴിഞ്ഞിട്ടുള്ള കസ്റ്റമറോ നോക്കിയാൽ നമ്മളെ പണി തീർന്നു. പണി തീർന്നല്ല, നമ്മളെ ലെവല് കൂടും. ഈ കസ്റ്റമർ കൂടി തീർന്നാൽ നമ്മളെ ലെവല് 5 ആവും. ഗൈസ്, നമ്മളെ ലെവൽ 5 ആയിട്ടുണ്ട്. നമ്മൾ ഗ്രോത്തിൻ്റെ സെക്ഷൻ 2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെവൽ 5-ൽ 11 ഷോക്കും കിട്ടിയിട്ടുണ്ട്. $140 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ $630 ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് നമ്മൾ 1000 കയറാൻ പോകുന്നു. അപ്പം നമ്മൾ ഇന്ന് 1000 റുപ്പീസിൽ കയറി. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ ഗെയിം ലക്ഷറി ആക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ RP ഒക്കെ കളിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫുൾ സപ്പോർട്ടിലാണ് ഞാൻ ഈ ഗെയിമൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് വൈബാക്കുക. ഓക്കെ, ചേഞ്ച് $5 40 രൂപ. ഇതാ 25 ഇരുപതില്ല. കാർഡാണ് ഗൈസ്. 21.20 ഗൈസ് ഇതിൻ്റെ പ്രൈസ്. നല്ല കൂടുതൽ സ്റ്റോക്ക് കഴിയാനായിന്. അത് പിന്നെ സ്റ്റോക്ക് ഓർഡർ ചെയ്ത ടൈം ഗൈസ് 1000 കയറൂലേ? ഗൈസ് 1000 കയറുമോ? 895 $28. $28.14 $923 ആയി. $923 ഇനി അടുത്ത $28 $28.48 ഗൈസ് $952 ആയി. ഗൈസ് ആകെ ഒരു കസ്റ്റമർ ഉള്ളൂ. ഇത് ആ ഒരു കസ്റ്റമർ കുറേ സാധനം എടുത്തില്ലെങ്കിൽ ആകെ ഇഷ്യൂ ആവും. 60 ആയിട്ടുള്ളൂ. ഓ ഷീറ്റ്, 27 ഗൈസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്.
27.14. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഗൈസ്? സ്റ്റോക്ക് കഴിഞ്ഞില്ല, ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്, ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, ഡേ കഴിഞ്ഞിട്ടുള്ളൂ. മോർണിംഗിന് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ ആൾക്കാർ വരുന്നുണ്ടാവുള്ളൂ. ഗൈസ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തോടെ 1000 കയറുന്നു ഞാൻ പറഞ്ഞതല്ലേ ഗൈസ്. നമ്മളൊരു ഫ്രിഡ്ജ് വേണം, അതാണ് ഇനി നമ്മളൊരു മിഷൻ ഗൈസ്. ഒരു സാധനം വാങ്ങിയിട്ടുള്ളല്ലോ, ചേഞ്ച് കൊടുക്കണ്ട ഗൈസ്. ഈ കസ്റ്റമറോട് കഴിഞ്ഞാൽ നമ്മൾ 1000 റുപ്പീസ് ഈ ഗെയിമിൽ നമ്മൾ കയറിയാലേ, നമ്മൾ ഈ ഗെയിമിൽ കയറിയാൽ 1000 റുപ്പീസ് ഇതാ നമ്മൾ കയറാൻ പോകുന്നു. 6.55 and 1000 rupees. യെസ് ഗൈസ്, നമ്മളങ്ങനെ 1000 റുപ്പീസിലേക്ക് കയറിയിരിക്കുന്നു. നമ്മളെ സ്റ്റോക്കൊക്കെ അത്യാവശ്യം കഴിയാനായിട്ടുണ്ട്. $25 $35.35 ഓക്കെ, മതിയായി. അതും കഴിഞ്ഞു. അങ്ങനെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ അടുത്ത ഗൈസ് നമ്മൾ സെൽഫിക്ക് പറ്റിയ കുറച്ച് സാധനം കൂടി ഓർഡർ ചെയ്താണ്ട് കുറച്ചുകൂടി പൈസ ഉണ്ടാക്കിയാണ്ടാണ് നമ്മൾ ഇത് ഫ്രിഡ്ജ് ആകുന്നത്. നല്ല പൈസന് സുഖർലൈറ്റിന് 16 പീസ് ഉണ്ടാവും. കോഫി മീഡിയ എടുക്കല്ലേ? കോഫി മീഡിയ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ബ്രെഡ് സ്ലൈസ്ഡ് ബ്രെഡ് കൊടുക്കുക. സുഖർ ഇപ്പം തന്നെ 1000 നമ്മൾ തീർന്നു. നമ്മൾ 958 എത്തി. ഏകദേശം നമ്മൾ സ്പീഡപ്പ് ചെയ്യാണ്. അപ്പം അങ്ങനെ എല്ലാ സ്റ്റോക്കും വന്നണേ. അപ്പോൾ നമ്മളെ എല്ലാ സ്റ്റോക്കും വെക്കുകയാണ്. ബ്രെഡ് സ്ലൈസ് കറക്റ്റ് ടൈമാട്ടോ നമ്മളത് ക്ലോസ് ചെയ്ത് ത്രൂ ചെയ്തത്. കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട് ഗൈസ്. അപ്പം കോഫി മീഡിയം വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് 12 കോഫി മീഡിയം. നമ്മൾ കറക്റ്റ് 12 വെക്കുന്നത്. നമ്മൾ അടുത്ത് വെക്കുകയാണ്. ടൈം ഏറെ ഉണ്ടാവുമെന്ന് വെച്ചറിയാം, പക്ഷേ നമ്മൾ പാർട്ട് 2 കുറേ നേരം കളിച്ചു എന്ന് നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്തിന്. അപ്പോൾ പിന്നെ പ്രോമിസ് ചെയ്ത വാക്ക് ചെയ്യണ്ടേ, അതിനല്ലേ നമ്മളോട് ഇരിക്കണേ. അപ്പോൾ പിന്നെ കുറേ എണ്ണം ബാക്കിയായി അവിടെ ഇരിക്കുന്നുണ്ട്, അതിപ്പോൾ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ പുതിയ ഓർഡർ ചെയ്യണം, അത് നിയമമാണ്. ഇനി 958 റുപ്യ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 1000 നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ 1200 കയറാൻ പറ്റും നമുക്ക്. നമ്മളെ ചോക്കോ ഫ്ലിക്സ് കൂടി വെച്ചാൽ നമ്മളെ ഷെൽഫ് ഫുള്ളായി. അപ്പോൾ പിന്നെ നമ്മളെ ഷെൽഫ് കൂടി ഫുള്ളായ അവസ്ഥക്ക്. അപ്പോൾ നമ്മളെ മാർട്ടിൻ്റെ പേരാണ് Richer_X7 മാർട്ട്. അത് അതിൻ്റെ വ്ളോഗിൻ്റെ പേര് തന്നെ Richer_X7 ആണ്. അപ്പോൾ മാർട്ടിൻ്റെ പേരും അങ്ങനെയാണ് ആക്കി. അപ്പോൾ നമ്മളെ മാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾക്കാരിങ്ങനെ വരൽ തുടങ്ങും. ഇതെന്താ സാധനം? ഇതൊക്കെ തീ വരുമ്പോൾ അടിച്ചാനാണ് എന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഏതായാലും വെറുതെ വെച്ചത് തന്നെ, അതിപ്പോൾ ചപ്പളേ തോന്നി. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ തീ തരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥ, അല്ലെങ്കിൽ ഇത് വെറുതെ വെച്ചതാ, വെറുതെ ഒരു മോഡലിന് വെച്ചതാ ഗായ്സ്. എത്രങ്ങാനും സാധനങ്ങളാണ്. 9 പീസ് ബാക്കി വെക്കണം. 35. നമ്മൾ ലെവല് കൂടുതൽ ടൈം ആവാനാണ്. 37.08 അപ്പോൾ 1000 പിന്നെയും കയറിയിട്ടുണ്ട്. ഇനി നമ്മളെ ടാർഗറ്റ് 2000 ആണ്. 39.30. അടുത്തത് എത്ര രൂപ? അടുത്തത് 17.35 ഗൈസ്. 17.35 തന്നെ. 17.35 ഗൈസ്. ഓ, ഇത് റിച്ച് ആളാട്ടോ ഗൈസ്. ഉറപ്പിന് ഇയാൾ ക്രെഡിറ്റ് കാർഡ് തന്നെ തരാണ്. 39.76 ഇയാളത്. ഇത് തോന്നുന്ന കുറച്ചാണ് എടുക്കുകയെന്നേ, പക്ഷെ ഇത് കുറേ എടുത്ത് ഫുള്ളി 8 × 6 ഒക്കെയാണ് എടുത്ത്. പക്ഷേ
കൂടുതൽ പൈസ തന്ന് 28 റുപ്യ ബാക്കി പിന്നെയും കൊടുക്കണം. 28.86 നമുക്ക് കൊടുക്കേണ്ടത്. 28.86 കൊടുത്തിന് ഗൈസ്. കുറേ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരാൾ വന്നാണ്ട് എന്നോട് ഒരു സംശയം ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതിന് പോയതേനി. പേയ്മെൻറ്റ് ഇൻകറക്റ്റ്. സോറി ഗൈസ്, നമ്മൾ നഷ്ടപരിഹാരം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ഇൻകറക്റ്റായി. ചെക്കൗട്ട് സക്സസ്ഫുള്ളി ആയി ഗൈസ്. ഫുള്ള് റിച്ച് ആൾക്കാരാണല്ലോ വരുന്നത് നമ്മുടെ സ്റ്റോർക്ക് ഗൈസ്. പക്ഷെ കുറേ എക്സ്ട്രാ പൈസ തരുന്നുണ്ട് ഒരു സംശയം. അത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ 90. സോ ഗൈസ്, നമ്മൾ സ്റ്റോർ ലെവല് 6 കയറിയിട്ടുണ്ട്. അപ്പം സ്റ്റോർ ലെവൽ 6 കയറി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും തരണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ലൈക്സിൻ്റെ ടാർഗറ്റ് വെറും 250 250 ലൈക്സ് മാത്രം മതി. നിങ്ങളോട് ഞാൻ കൂടുതൽ ലൈക്സ് ഒന്നും ഞാൻ ചോദിച്ചതല്ല. 250 ലൈക്സ്. അതിലേറെ വന്നാലും എനിക്ക് സന്തോഷം. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഇപ്പോൾ 250 ലൈക്സ് മതി. അത്ര ലൈക്സ് കിട്ടിയാൽ എനിക്ക് ഈ വീഡിയോൻ്റെ സന്തോഷം കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഗുണം വെച്ച് കിട്ടൂല. അപ്പോൾ 250 മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഗൈസ്. 55 29.89 ഗൈസ്. എന്താ ഇത്? പൈസ അങ്ങോട്ട് അക്കൗണ്ടിൽ കയറി തന്നെ ഗൈസ്. സെറ്റാണല്ലോ. അയാളിപ്പോൾ ബ്രെഡ് അങ്ങനായിട്ടാണ് വന്നത്. ഗൈസ്, അത് 45 റുപ്യ കൊടുത്താൽ മതി. ചേഞ്ച് അതിന് നമ്മൾ ഡോളറൊക്കെ കൊടുക്കുന്ന ചേഞ്ച് ഗൈസ്. 8.60 25.10 ഈ പെണ്ണുള്ളത്. 25.10. പിന്നെ വരുന്ന ആൾ 2 അപ്പോൾ 12. 12.00 $12 കയറി. എല്ലാവരും ഇപ്പോൾ 2 ആണല്ലോ വാങ്ങണേ. 17.20 ആയിക്കോട്ടെ. അപ്പം ശരി, ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ഇപ്പോൾ 2 വാങ്ങണേ. അത് കോഫിക്ക് പിസ്കായോ ഇപ്പോൾ? ഒരാൾ 3 വാങ്ങി. 18.20 ലൈനിപ്പോൾ കഴിച്ചും സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പം ഞാളൊക്കെ വരലും നിൽക്കും ഗൈസ്. എനിക്ക് തോന്നുന്നത് രാത്രി ആവാനായില്ല. അപ്പം ഇന്നത്തെ ഡേ കഴിയാനായില്ല. ഇത്ര പെട്ടെന്നല്ലേ ഇന്നത്തെ ഡേ കഴിഞ്ഞ ഗൈസ്. ഇയാളെന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഡേ കഴിഞ്ഞ് കൗണ്ടറിലല്ലേ ഫുൾ ടൈം ഗൈസ്. എന്ത് ചെയ്യാനാ, ഡ്യൂട്ടി ഇതാക്കണ്ടേ. $100 തിരിച്ചെടുക്കാല്ലേ. $11 തിരിച്ചെടുക്കണം. $11.64 തിരിച്ചെടുക്കേണ്ടി. ചെറുതായിട്ടൊന്ന് റീസെറ്റ് ആക്കണം. 11.64 കൊടുക്കേണ്ടത് ഗൈസ്. 2 4 9.60 9.60. ഗൈസ്, ഇത് കുറേ നീണ്ടു പോകുന്ന വെച്ച് തോന്നുന്നില്ല. ഇത് നീണ്ടു പോകണമെങ്കിൽ അതിനൊക്കെ കുറേ ടൈം എടുക്കും. അത് നിങ്ങൾക്ക് അറിയാം. ഇത് മാർക്കറ്റ് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോ വീഡിയോ അങ്ങനെ ഇട്ട് വരും. ഞാൻ വീഡിയോ ഇടലും നിർത്തൂല ഞാൻ. അപ്പം എന്നിട്ട് ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കസ്റ്റമർ കഴിഞ്ഞ ഡേ കഴിച്ചു. അപ്പം നെക്സ്റ്റ് മോർണിംഗ് ആക്കാം. നമുക്ക് കൗണ്ടറിൽ നിന്ന് ലീവ് ചെയ്ത് നമ്മളെ സ്റ്റോറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പായി. 2 ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. 150 ക്യാഷ്യറിൻ്റെ 5 ഡേയ്സിൻ്റെ ചിലവ്. ഇത് 2 150 തന്നെ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ ടാർഗറ്റ് ഫ്രിഡ്ജാണ്. അപ്പോൾ നമ്മളെ ടാർഗറ്റ് നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ് ഇന്നത്തോടെ നമ്മളെ ടാർഗറ്റ് ഫ്രിഡ്ജ് ഈസ് ബൈയിങ് ഗായ്സ്. നമ്മളെ ഫ്രിഡ്ജ് ബൈ ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഗായ്സ് വരിക. എന്താ ചെയ്യുക ഗായ്സ്? പ്രൊഡക്റ്റൊക്കെ ഓരോന്നിച്ച് ഓർഡർ ചെയ്യുക.
നമ്മൾ ഫ്രിഡ്ജ് ഇറങ്ങിയാണ്. ഇപ്പോൾ 100. അപ്പോൾ 1000 കുറഞ്ഞില്ല ഗൈസ്. 1000 റുപ്പീസ് നമ്മളത് ഇപ്പോഴും ഉണ്ട്. ഇതൊന്ന് വരുമോ ഗൈസ്? അല്ലെങ്കിൽ ഡെലിവറി ഒന്നും ഇപ്പോൾ എത്തൂലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട സ്ഥലം ഇതാണ്. നമ്മളെ ഫ്രിഡ്ജ്. ഈ പെട്ടിയൊന്നും ഇവിടെ വേണ്ട ഗൈസ്. ഇത് ത്രൂ ചെയ്യാം. ഏതായാലും പുതിയ സാധനമാണ് ഓർഡർ ചെയ്യുക. പഴയ സാധനം ഇവിടെ വെക്കൂല. വെറുതെ ഒന്നും വെച്ച് നോക്കിയത് ആവശ്യം വരുമോന്ന്. പക്ഷെ ഞാൻ ഫുള്ള് കൗണ്ടറിൽ പോയാണ്ട് അതെന്തിനും ഉപകാരത്തിന് എത്തിയില്ല. നമുക്കത് ത്രൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ത്രൂ ചെയ്യാം ഗൈസ്. നമ്മൾ പി സിയിൽ ഉണ്ടാക്കണമൊക്കെ വിചാരിച്ചിന്. പക്ഷേ എങ്ങനെ ഉണ്ടാക്കുക? അപ്പം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കണം. ഞാൻ പറഞ്ഞു ആൾക്കാർ വരുന്നുണ്ടല്ലോ ഗൈസ്. നമ്മൾ സ്റ്റോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ തിരിച്ചു പോട്ടെ. നമുക്കിവിടെ കുറേ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. സെറ്റപ്പ് ചെയ്യാണ്ട് ഗൈസ്. നിങ്ങൾ മറ്റേ അതിരടി സിനിമയത്തെ ഹാഷിൻ്റെ മറ്റേ BM ഉണ്ടോ? അത് സെറ്റ് സാധനം. അതിൻ്റെ ഒരു ഷോർട്സ് ഇടണം. ഷോർട്സ് ഇട്ടാൽ ഞങ്ങൾ വ്യൂവേഴ്സും കൂട്ടണം, ലൈക്സും കൂട്ടണം, കമൻറ്റും കൂട്ടണം. സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആകെ 15 ആയിട്ടുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയ ലൈസൻസൊക്കെ ഡൗൺലോഡ് ചെയ്തേനെ. അപ്പോൾ ലൈസൻസ് എടുക്കാൻ 5 ഷോക്ക് കൊടുത്താൽ അടുത്ത ലൈസൻസ് എടുക്കാം. പക്ഷെ ഇപ്പം ലൈസൻസ് വേണ്ട. ഇപ്പോൾ ഫുള്ള് സാധനങ്ങൾ ഓർഡർ ചെയ്തിന് ഒരു ലൈസൻസിൻ്റെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മതി അടുത്തത്. ഓക്കെ, ഫ്രിഡ്ജത്തെ പുതിയ സാധനം നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ 8.70 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മാർക്കറ്റ് പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ കുറച്ച് കൂടിയോ കുറയോ ഒന്നും ചെയ്യാൻ പാടില്ല. കുറേ കുറഞ്ഞാൽ ഇങ്ങനെ വരും. ഈ 8.70 ഇതിൻ്റെ ഇത്. പക്ഷേ ഇത് തെറ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 8.54 കൊടുക്കാം. ഏതല്ലേ അതിൽ കാണിച്ചിട്ടുള്ളത്? 90 70 എത്ര കാണിച്ചത്? 70 ഇപ്പോൾ ഞാൻ കണ്ട്. നിങ്ങളതിൽ വേറെ കണ്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമോ? നമുക്കറിയാം നിങ്ങൾ ക്രാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ വർത്തമാനം പറഞ്ഞ് കളിച്ചെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കളിച്ചാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മൈൻക്രാഫ്റ്റ് കയറ്റാൻ പറ്റില്ല. ആണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടീനി. അപ്പം അതിക്ക് കുറേ വ്യൂസും തോന്നും കിട്ടിയില്ല. അതിൽ പിന്നെ വർത്തമാനം പറഞ്ഞൊന്നും കളിച്ചില്ല. അപ്പോൾ പിന്നെ വ്യൂസ് കുറേ കിട്ടിയിട്ടൊന്നുമില്ല. വ്യൂസ് ആകെ 26 കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു അമാങ്ങസിൻ്റെ വീഡിയോ ഇട്ടീനി. അമാങ്ങസിൻ്റെ വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. 7.13 ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. 7.13 ഗൈസ്. വേഗം ഓർക്കാം. നല്ല പ്രോഫിറ്റ് ഉണ്ടാവും ഗൈസ്. പ്രോഫിറ്റ് 6.71 നമ്മളെ പ്രോഫിറ്റ് കിട്ടുക. നമ്മളെ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 16 എടുക്കുക. അതിൻ്റെ എക്സ്ട്രാ ഒരു 3 പീസ് കൂടി ബാക്കിയുണ്ട്. അവിടെ വെക്കാം. ഫ്രിഡ്ജിലാകെ 2 സാധനങ്ങളുള്ളൂ. അത് ഞാൻ വെച്ച് കഴിഞ്ഞു. ഓ ഗൈസ്, നമുക്ക് ഗൈസ് ഒരാളെ ഹയർ ചെയ്താലോ? ഓ ഗൈസ്, ഇത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ 3 എണ്ണം ഉണ്ട്. ഓ 7.12 ഇതിൻ്റെ കോസ്റ്റ്. ഓ ഗൈസ് 13 തന്നെ അടിച്ച്. നമ്മൾ 16 കൊടുത്തിട്ടുണ്ട്. 20 ഇതിൻ്റെ കളക്ഷൻ. ഡിസ്പ്ലേ ഫുള്ളായി. അപ്പം ഇതല്ല നിൽക്കൊന്നുമില്ല. ഡിസ്പ്ലേ ഫുള്ളാണ് കാണിച്ചത്. അത് നമുക്കിത് ക്ലോസ് ചെയ്ത് ഈ മൂലയ്ക്ക് വെക്കാം.
അപ്പം 5 ദിവസത്തിന് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കറുപ്പ് വന്ന് 150 പ്രൈസിലത് ഓ ഇയാൾക്ക് പരസ്യം കാണാം, പിസ്കനാണ്. ഇതാണ് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇതാണ് 1500 സെക്കൻഡാണ്. അപ്പോൾ നമ്മളെ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോക്കും വിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളെല്ലാ സ്റ്റോക്കും വിറ്റ് കഴിയണം, എന്നാലേ നല്ല ഇതുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ലാപ്ടോപ്പ് പോയാണ്ട് കുറേ മാനേജും ലൈസൻസ് ഇപ്പം നമ്മളത് 2 ഓപ്പണായി. ഒന്ന് 200ൻ്റെ ഒന്ന്. അപ്പം നമ്മൾ 2 വാങ്ങാം. നമ്മൾ 300 ആയിട്ടുണ്ട് ഗൈസ്. എന്നാലും ഗൈസ് കുറേ ലൈസൻസ് ഉണ്ട് നമുക്ക്. 29 പ്രോഡക്റ്റ് ലൈസൻസ് ഉണ്ട് നമുക്ക്. 29 ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗ് ഇട്ടുകൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. 26 ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ടോ? ഇല്ല പ്രശ്നമൊന്നുമില്ല ഗൈസ്. ചെക്കൗട്ട് ലൈസൻസ് മാനേജർ എന്തോ ഒരു ഇതുണ്ടല്ലോ. 599 റുപ്യ എടുത്ത ലൈസൻസ് ഓപ്പൺ ആവാറ്. അതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ ലെവല് കൂട്ടി ലൈസൻസ് ഇതാക്കണേ. കളറ് മാഷിൻ്റെ കളർ കൊടുക്കുക. ഫ്രീ ഡെലിവറി 4 hour എല്ലാ എനർജി 500 കിട്ടും. ക്യാഷ് വേറെ 500 കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ ഇപ്പം അക്കൗണ്ട് കയറും. ട്രൈ യൂസിങ് ഗാർബേജ് കളക്ഷൻ സർവീസ്. ഇവിടെ ഗാർബേജ് ഉണ്ട് ഗൈസ്. ഗാർബേജ് പറഞ്ഞാൽ ഈ പെട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റോർ ലെവൽ 7 കയറിയിട്ടുണ്ട്. 7 കയറിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം ഇന്നത്തോടെ നമ്മൾ 7 കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഷോർട്സ് എല്ലാം ഇടാൻ പറ്റിയില്ല. ഷോർട്സ് നമ്മൾ എഡിറ്റിങ് ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. നമ്മൾ എഡിറ്റിങ്ങൊക്കെ പഠിച്ചു വന്ന് ഷോർട്സൊക്കെ നല്ല ഇതിലിടും. അപ്പോൾ നമ്മൾ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നടന്നാണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ ഇന്ന് ചിലപ്പോൾ ഒരു കാർ ഫോർ സെയിലിൻ്റെ വ്ളോഗ് ഇടും. അപ്പം എല്ലാവരും വ്യൂവേഴ്സും കൂട്ടി ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.